ഹരി ഓം. പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം തേടുന്ന എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷം എന്നത് ഈശ്വരീയമായ നേത്രമാണ്. പഞ്ചാംഗ ശുദ്ധിയോടെ ഗ്രഹങ്ങളുടെ യഥാർത്ഥമായ വിന്യാസത്തെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് കർമ്മങ്ങൾ കൂടി ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നത്. അപ്പോൾ പ്രപഞ്ച സത്യങ്ങളെയും അതേപോലെ പഞ്ചാംഗത്തെയും കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ ദിവസത്തെയും വരവേൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലവും നമ്മൾക്ക് കൃത്യമായി തന്നെ വന്നു ചേരും. അങ്ങനെ ഒരു സുദിനം കൂടി നാളെ വന്നണയുന്നു. നാളെ 2026 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. മലയാള മാസം ചിങ്ങം 12-ാം തീയതി, ഭാർഗവവാരമായ വെള്ളിയാഴ്ചയാണ് നാളെ ആകാശത്ത് അമൃതകിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രമാണ് ചതയം. അതായത് നാളെ ചതയം നക്ഷത്രമായിരിക്കും. രാവിലെ 9:48 വരെ പൗർണമി തിഥിയും അതിനുശേഷം പ്രഥമ തിഥിയുമായിരിക്കും വന്നണയുന്നത്. ലക്ഷ്മി നാരായണ പ്രീതിക്കും അതേപോലെ ഭദ്രകാളി ഉപാസനയ്ക്കും ഒക്കെ അതീവ ശ്രേഷ്ഠവും ഉത്തമവുമായ വെള്ളിയാഴ്ച ദിവസമാണ് നാളെ. 10:45 മുതൽ ഉച്ചയ്ക്ക് ഒരു 12:22, അതായത് 12:22 വരെ ആയിരിക്കും രാഹുകാലം വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം പുതിയ സംരംഭങ്ങൾക്കോ പുതിയതായി നടത്താൻ പോകുന്ന സാമ്പത്തിക ഇടപാടുകൾക്കോ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല, വർജിക്കേണ്ടതായ സമയമാണ്. അപ്പോൾ നാളത്തെ ഗ്രഹനില പ്രപഞ്ചത്തിൽ വളരെ അപൂർവമായ ചില യോഗങ്ങളാണ് ഒരുക്കുന്നത്. ഓണക്കാലമാണിത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വർഷക്കാലം നീണ്ട ഗുണാനുഭവങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാളെ മുതൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും ചിലരുടെ ജീവിതത്തിലേക്ക് വന്നണയാൻ പോകുന്നത്. നാളെ ധർമ്മത്തിൻ്റെ മൂർത്തിയായ ഭഗവാൻ ശനി മീനം രാശിയിൽ സഞ്ചാരം നടത്തുന്നുണ്ട്. ദേവഗുരുവായ വ്യാഴം കർക്കിടകം രാശിയിൽ തൻ്റെ ഉച്ചബലത്തിൽ അതീവ ശക്തനായിട്ട് അമൃതവർഷം ചൊരിയുന്ന ദിവസമാണ് നാളെ. ഇനി ഭഗവാൻ സൂര്യൻ, ആത്മകാരകനായ ഭഗവാൻ സൂര്യനും ബുധനും ചിങ്ങം രാശിയിൽ ബുധാദിത്യ രാജയോഗം തീർത്തു നിൽക്കുകയാണ്. ചൊവ്വ മിഥുനത്തിലും ശുക്രൻ കന്നി രാശിയിലുമായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇനി ചന്ദ്രൻ, മനസ്സിൻ്റെ കാര്യതത്വം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ, കുംഭം രാശിയിൽ രാഹുവുമായിട്ട് ചേർന്ന് ചതയം നക്ഷത്രമായ നാളത്തെ ദിവസം സഞ്ചാരം നടത്തുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന കുംഭം രാശി മേഖല സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നാളത്തെ ദിവസം ആത്മീയമായും ഭൗതികമായും അനുഗ്രഹ വർഷം നമ്മൾ മനുഷ്യർക്ക് മേൽ ചൊരിയുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അപ്പോൾ ഇവിടെ നാളെ 12 രാശികളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹവും സൗഭാഗ്യവും വന്നു ചേരുന്നത് ഒരു രാശിക്കാർക്കായിരിക്കും. അതായത് ബാക്കി 11 രാശിക്കാർക്കും വരുന്നില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത് അവിട്ടം ചതയം പോരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്കായിരിക്കും. അതായത് കുംഭം രാശിയുടെ സ്വന്തം രാശിയിലൂടെ തന്നെയാണ് ചന്ദ്രൻ നാളെ കടന്നു പോകുന്നത്. അത് എത്രത്തോളം പുണ്യകരമായ ഒരു ദിവസമാണ് നാളെ. പ്രത്യേകിച്ച് പറയുമ്പോൾ ചതയ നക്ഷത്രക്കാർക്ക് നാളെ മനസ്സ് ഏറ്റവും ശാന്തമാകുന്ന ഒരു ദിവസമായിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അനുഭവിച്ചിരുന്ന കാര്യതടസ്സം എന്നൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് മാറ്റിമറിച്ചിലുണ്ടാകും. കാരണം ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി 6ാം ഭാവത്തിൽ നിന്ന് കുംഭത്തിലേക്ക് പതിക്കുന്നതിനാൽ ശത്രുക്കൾ നിമിത്തമുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തികൾക്ക് മാറ്റമുണ്ടാകും. കടബാധ്യതകൾ തീർക്കാനായിട്ട് സാമ്പത്തിക വഴികൾ വന്നണയും. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സന്തോഷം, കളിയാടും, സമാധാനം ഉണ്ടാകും. അപ്പോൾ നാളെ ലക്ഷ്മി നാരായണ യോഗം കൂടി വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നാരായണൻ ഭഗവാൻ വിഷ്ണുവിന് ക്ഷേത്രമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ശിവക്ഷേത്രമുണ്ടെങ്കിലോ തൊഴുന്നത് വളരെയധികം അനുഭവ ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഏറ്റവും സഹായിക്കും. അപ്പോൾ രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ, ലക്ഷ്മി നാരായണ സമേതനായിട്ടുള്ള വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ, രണ്ടിൽ എവിടെയായാലും മതി, 2 ക്ഷേത്രത്തിലും പോകാവുന്നതാണ്. ഇനി അടുത്ത ഏത് ക്ഷേത്രമുണ്ട് അവിടെ നിങ്ങൾക്ക് പോകാം. ഇനി അത് രണ്ടും പറ്റുന്നില്ല എങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഏതായാലും നാളെ ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത് 108 ഊരി ജപിക്കുക. അതല്ലെങ്കിൽ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ ആണെങ്കിലും 108 ഊരി ജപിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് നാളെ 11ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭത്തിൻ്റെ ദിവസം തന്നെയായിരിക്കും. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. ബിസിനസ്സിലാണെങ്കിലും പുതിയ ക്ലയൻറ്റുകളൊക്കെ വന്നു ചേരാൻ, ബിസിനസ് ഡെവലപ്പ് ആകാൻ സാധ്യതയുള്ള ദിവസമാണ്. കർക്കിടകത്തിലാണല്ലോ വ്യാഴം, അപ്പോൾ കുടുംബ സമാധാനം തീർച്ചയായും വന്നു ചേരുന്ന ദിവസമാണ്.
പഴയ ബാധ്യതകൾ, കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് നാളത്തെ ദിവസം സാധിക്കും. അപ്പോൾ നിങ്ങൾ നാളെ ചെയ്യേണ്ടത്, അതായത് മേടം രാശിക്കാർ അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ പഞ്ചാമൃതം നിവേദിക്കുന്നതും ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ ഭഗവാൻ മുരുകനെയാണ്, സുബ്രഹ്മണ്യ സ്വാമിയെ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തൊഴിൽ രംഗത്ത് ഉയർച്ച നൽകും. അപ്പോൾ ഇവിടെ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ഉത്തരവുകളൊക്കെ ലഭിക്കാനും, മീനത്തിലാണല്ലോ ശനി നിൽക്കുന്നത്, അതിനാൽ തന്നെ വരുമാനത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുമെന്ന, സ്ഥിര ജോലിക്കുള്ള അനുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. ചിലവുകളിൽ അല്പം ഒരു മിതത്വം പാലിക്കാൻ സ്വയമേവ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അധിക ചിലവുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാളെ നിങ്ങൾ അടുത്ത ദേവീക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നാളെ 9ാം ഭാവത്തിലെ ചന്ദ്രൻ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വർധനവ് തന്നെയായിരിക്കും നൽകുന്നത്. ചൊവ്വ നിങ്ങളുടെ രാശിയിലുള്ളതിനാൽ അല്പം ദേഷ്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിനെ ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതിയാകും. പൂർവിക സ്വത്തുക്കൾ വഴി നേട്ടമുണ്ടാകാനുള്ള, അതുപോലെ ഉന്നത പഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അനുകൂല വാർത്തകളൊക്കെ ശ്രവിക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. നാളെ രാവിലെ അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തി ഭഗവാന് ഒരു തുളസിമാല ചാർത്തുന്നത് ഉത്തമമായിരിക്കാം. തുളസിമാല സ്വന്തം കൈകൾ കൊണ്ട് തന്നെ കെട്ടിയ മാലയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം കർക്കിടകത്തിൽ തന്നെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നതിനാൽ നാളത്തെ ദിവസം ഈശ്വര കവചം കൂടെ തന്നെ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിലും ചന്ദ്രൻ 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിലും അതേപോലെ യാത്രാവേളകളിലും അല്പം ഒരു ജാഗ്രത കൊടുക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ധനമിടപാടുകളിലൊന്നും ജാമ്യം നിൽക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. പ്രാർത്ഥനകളൊന്നും മുടക്കാതെ തന്നെ നാളത്തെ ദിവസം മുന്നോട്ട് പോവുക. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാന് ധാരയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് സ്വന്തം രാശിയിൽ തന്നെയാണ് സൂര്യനും ബുധനും നിൽക്കുന്നത്. അതിനാൽ തന്നെ നേതൃത്വ സ്ഥാനങ്ങളിൽ ശോഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 7ാം ഭാവത്തിലെ ചന്ദ്രൻ പങ്കാളിയുമായിട്ട് നോക്കുമ്പോൾ പാർട്ട്ണറുമായിട്ടൊരു ഒത്തൊരുമയൊക്കെ നൽകുന്ന അവസ്ഥ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാൻ സാധിക്കും. 12ാം ഭാവത്തിലെ വ്യാഴം, അതായത് വ്യാഴം 12 ഉള്ളതിനാൽ ശുഭ കാര്യങ്ങൾക്കും അല്പം ധനം കൂടുതലായിട്ട് ചിലവഴിക്കേണ്ടി വരും. എന്നാലും സാരമില്ല, ഒരുപാട് ധനപരമായ ചിലവുകൾ വരുമെന്നല്ല, ശുഭകരമായി നിങ്ങൾ ഒരുപാട് നാളുകളായി മനസ്സിൽ കാത്തു വെച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് അല്പം ധനം ചിലവഴിക്കേണ്ടതായി വരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ച് ആദിത്യ ഹൃദയം ജപിച്ച് ഭഗവാനെ തൊഴുതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ആരംഭമാക്കുക. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് നാളെ 6ാം ഭാവത്തിലെ ചന്ദ്രൻ ശത്രു ജയവും മത്സരങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയവും സമ്മാനിക്കുന്ന ഒരു ദിവസമായിരിക്കും. കൂടാതെ വ്യാഴം ലാഭഭാവത്തിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു ധനാഗമനത്തിന് തന്നെയായിരിക്കും വഴിയൊരുക്കുന്നതും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒരു മുക്തി ലഭിക്കുന്ന സമയമാണ്. പുതിയ വാഹനം വാങ്ങിക്കാൻ ഒരു ആലോചന മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി പ്രാവർത്തികമാകുന്ന സമയമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത് ശാസ്താക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു എള്ളുതിരി കത്തിക്കുന്നത് ഉത്തമമായിരിക്കും. ഈ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് ചന്ദ്രൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി വലിയൊരു വിജയം തന്നെ വന്നു ചേരും. 10ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം തൊഴിൽപരമായ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് ഒരുപാട് സഹായകമാകുന്നതാണ്. ഇനി ചോദ്യ നക്ഷത്രക്കാർക്കാകട്ടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികളെ ഓർത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കാണെങ്കിലും പ്രണയവുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ദുർഗാദേവി ക്ഷേത്രമുണ്ടെങ്കിൽ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ ചുവന്ന ഒരു പട്ടുകൂടി നാളത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് 9ാം ഭാവത്തിലെ വ്യാഴം സർവ്വഭാഗ്യങ്ങളുമായിരിക്കും നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നത്.
കൂടാതെ 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരോഗതിയൊക്കെ കാണുന്നുണ്ട്. കൂടാതെ മാതാപിതാക്കളുടെ അനുഗ്രഹം വന്നു ചേരുന്നതായ ദിവസമാണ്. യാത്രകളിൽ അല്പം ഒന്ന് വേഗത കുറച്ച് പോകാൻ നാളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കാൻ നാളത്തെ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. മൂലം, പൂരാട, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് ചന്ദ്രൻ 3-ാം ഭാവത്തിലാണ്. അതിനാൽ തന്നെ ആത്മവിശ്വാസവും കാര്യവിജയവും ഉറപ്പായിട്ടുള്ള ദിവസമാണ് നാളെ. എന്നാൽ 8-ാം ഭാവത്തിലെ വ്യാഴം ചില അപ്രതീക്ഷിത ചെലവുകളെയൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ പൂർണ്ണമായി നാളെ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനയും മനസ്സിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഭഗവാൻ വിഷ്ണുവിനെയാണ് നാളത്തെ ദിവസം നിങ്ങൾ ആരാധിക്കേണ്ടത്. അടുത്ത വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുക. ദർശനം മാത്രം പോരാ, പേരും നക്ഷത്രവും പറഞ്ഞ് ഒരു പാൽപായസം കൂടി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് ചന്ദ്രൻ 2-ാം ഭാവത്തിലാണ്. ധനവർദ്ധനവാണ് കാണുന്നത്. കൂടാതെ 7-ാം ഭാവത്തിലെ വ്യാഴം ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനും പങ്കാളിയോട് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതിനും സാധ്യത അല്ലെങ്കിൽ വഴിയൊരുക്കുന്നതാണ്. നാളെ വാക്സാമർഥ്യം കൊണ്ട് കാര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. കൂടാതെ ശനി ഭഗവാൻ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം കൂടി തരുന്ന ഒരു ദിവസമാണ്. നാളെ നിങ്ങളും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാനെ പ്രീതനാക്കുന്നതും, ഇനി ക്ഷേത്രത്തിൽ പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ കുംഭം രാശി മുൻപേ പറഞ്ഞു കഴിഞ്ഞു. ഇനി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് സ്വന്തം രാശിയിൽ ശനി ഭഗവാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അതിനാൽ അധിക ചിലവുകൾ വന്നു ചേരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓണക്കാലമാണ്. ചിലവുകൾ വരരുതെന്ന് പറഞ്ഞാൽ പോലും ചിലവുകൾ വരുമെങ്കിലും അത് അധികമായി പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. 5-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് വ്യാഴം നിൽക്കുന്നുണ്ട്. അത് ബുദ്ധിയെയും അതേപോലെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ഈശ്വരാധീനത്തെയും ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നുന്ന ഒരു ദിവസമാണ്. അടുത്ത ശാസ്താക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി നീരാഞ്ജനം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫലം ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രഹങ്ങൾ എവിടെ നിന്നാലും നമ്മൾ എന്താണ് വേണ്ടത്? നമ്മുടെ മനസ്സിൽ അടിയുറച്ച്, അതായത് ദൃഢമായ ഈശ്വര വിശ്വാസവും അതേപോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുമാണ് ഒരു മനുഷ്യനെ ഏത് വിധത്തിലുള്ള ഗ്രഹദോഷങ്ങൾ വന്നാലും അത് തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ ഈശ്വരവിശ്വാസം ദൃഢമായിട്ടുള്ള ഒരു വ്യക്തിയെയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഏത് വിധത്തിലുള്ള ഗ്രഹദോഷങ്ങൾക്കും തളർത്തുവാനായിട്ട് സാധിക്കുകയില്ല. മീനത്തിൽ ശനിയും കർക്കിടകത്തിൽ വ്യാഴവും കുംഭത്തിൽ ചന്ദ്രനും നിൽക്കുന്ന ഒരു പുണ്യമായ ദിവസമാണ് നാളെ വരുന്ന വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ നാളത്തെ ദിവസം സ്നേഹത്തോടെയും സത്യസന്ധതയോടെയും നല്ല കൃത്യമായ പ്രവർത്തനങ്ങളൊക്കെ വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ രാവിലെ ഉറക്കമൊക്കെ ഉണർന്നതിന് ശേഷം ഭഗവാനെ പ്രാർത്ഥിക്കുക, ദീപം തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക. അതൊരു ദിവസത്തെ തന്നെ കൂടുതൽ ശോഭകരമാക്കിയും അല്ലെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് വഴിയൊരുക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു അധ്യായമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.